പാട്ട് കൊണ്ട് നമുക്ക് എങ്ങനെ പ്രസിദ്ധി നേടാൻ പറ്റില്ല, കുപ്രസിദ്ധി. പാട്ട് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇൻഫ്ലുവൻസറാണ്, അതായത് പഫ്ലുവൻസർ, മനസ്സിലായില്ലേ? അതായത് പാട്ട് വെച്ചിട്ട് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടന്റുകളായ കുത്തിത്തിരിപ്പ്, വിവാദം, മോട്ടിവേഷൻ, തേപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് ആൾക്കാർ ക്ലാസ് എടുക്കണം. ഉദാഹരണത്തിന് നമുക്ക് പ്രസിദ്ധി പറ്റിയില്ലെങ്കിൽ കുപ്രസിദ്ധി ആവുക. ഒരു 2 വരി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വിവാദത്തിലേക്ക് കയറാൻ പറ്റും. ഉദാഹരണത്തിൽ വളരെ നിർദോഷമായ ഒരു പാട്ടാണ്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം. ഇത് പാട്ടി കിറ്റായി കഴിഞ്ഞാൽ ചെറിയ മാറ്റം അങ്ങ് കൊടുക്കുക. ആലായാൽ തറ വേണോ, അടുത്തൊരമ്പലം വേണോ. അപ്പം തന്നെ ചെറിയൊരു കുത്തിത്തിരിപ്പ് അവിടെ വന്നു കഴിഞ്ഞു. അടുത്ത വരി എന്ത് ചെയ്യണം വെച്ചാലേ നമ്മളങ്ങ് രജിസ്റ്റർ ചെയ്യണം. ആലായാൽ തറ വേണ്ട, അടുത്തൊരമ്പലം വേണ്ട, ആലിനു ചേർന്നൊരു കുളവും വേണ്ട. തറ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തറകൾ ഇടപെടും, അമ്പലം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മതവികാരം വ്രണപ്പെടും, പിന്നെ കുളം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ ഇടപെടും. ഒരു 3 ആഴ്ച സോഷ്യൽ മീഡിയയും സൊസൈറ്റിയിൽ നിന്നങ്ങ് കത്തും. സത്യമായിട്ട് പറഞ്ഞാൽ ഇനി അടുത്തത് സ്ത്രീ പ്രാതിനിധ്യം. അതായത് പാടം പൂത്ത കാലം. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്യുവറ്റ് പാട്ടിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറുതെ ഹമ്മിങ്ങിൽ 1% താഴെയൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുക. എനിക്കിത് പറ്റില്ല. പക്ഷേ മലയാള സിനിമ തന്നെ ഇത് കൃത്യമായിട്ട് അളന്നു കുറിച്ച് 50% സംവരണം ഉറപ്പാക്കിയ ഒരു പാട്ടിറക്കിയിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? കണ്ണിൽ മിന്നുന്ന തിളക്കം, ദൂരെ തോണി പട്ടിപ്പള തിളുക്കം, ദൂരെ അന്തിക്ക് ചെന്തെങ്കിൽ ചെണ്ണുകിൽ ചാന്തിട്ട് പൂക്കില തോൽക്കും ഗതം. ഇത്രയും കൃത്യമായിട്ട് സംവരണം പാർലമെന്റ് കൊണ്ടില്ല, കൃത്യമായിട്ട് ചെയ്ത സാധനമാണിത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വിജയത്തിന് എപ്പോഴും പിന്നിൽ നിൽക്കുന്ന ആളാണെന്ന്. അല്ലേ ഡയനക്ക് സംശയമുണ്ടോ? അത് സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊരു വിജയത്തിലേക്ക് ഞാനൊരു പാട്ടിൻ്റെ പോർഷൻ പറഞ്ഞുതരാം. അതിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. മേഘത്തേരിൽ ആ ഇത്ര പാടുപെട്ട് എന്ത് ചെയ്യണം എന്നറിയാവുന്ന ആ പുരുഷനെ രക്ഷിച്ചത് അവിടെ കൂടിയുന്ന കുഞ്ചാക്കോവനടക്കമുള്ള പുരുഷന്മാരല്ല, ഒരു സ്ത്രീയാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ സ്ത്രീയാണ് നമ്മുടെ രക്ഷയ്ക്കെത്തിയത്. ഈ സാധനം കട്ട് ചെയ്ത് റീൽസാക്കി ഫേസ്ബുക്കിൽ ഇട്ടാണ്ടല്ല, ഫെമിനിസ്റ്റുകളുടെ അടക്കം ഇടിലമായിട്ട് ഞാൻ മേടിച്ചു കൂട്ടും. അടുത്തത് പ്രസൻറ്റേഷൻ സ്കില്ല്. നമ്മൾ എന്ത് കാര്യങ്ങളും നന്നായി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടുതലും വേണ്ടി വരുന്നത് ഭർത്താക്കന്മാർക്കാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മിക്ക ഭർത്താക്കന്മാരും ഭാര്യമാരോട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. കൂടുതൽ ആലോചിച്ച് കാട് കയറൊന്നും വേണ്ട. ഈ സ്വർണം പണയം വെക്കാൻ നമ്മൾ ചോദിക്കത്തില്ലേ, സാധാരണ ചോദിക്കുന്നത് എടി വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ്, അടുത്ത മാസം എടുത്ത് തന്നേക്കാം, നമുക്ക് വേണമെങ്കിൽ ഇനി 1 പവൻ കൂടെ കൂട്ടി മേടിക്കാം. ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് തരത്തില്ല. അതിന് നമ്മൾ കാവ്യാത്മകമായിട്ട് പ്രസൻറ്റ് ചെയ്യണം, റൊമാൻറ്റിക്കായിട്ട് ചേർന്ന് നിന്നിട്ട്. ചന്ദ്രികക്കെന്തിന് വൈഡൂരം, കാട്ടാറിനെന്തിന് പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. താലിമാല വരെ അവൾ എടുത്തു തരും. 1 മാസം കഴിയുമ്പോഴത്തേക്ക് പണയം തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ അടുത്ത പാട്ടിറക്കും. എള്ളോളന്തരി പൊന്നന്തീന നെല്ലി തഞ്ചാവൂർ പട്ടന്തീന. പക്ഷേ ഈ പരിപാടി ഞാൻ എൻ്റെ വീട്ടിലിറക്കിയപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറയാ, കരിങ്കാളിയാണേ കൊടുങ്കല്ലൂർ വാഴണ പെണ്ണാണ്. കൊടുവാളെടുത്ത് അവൾ വാളെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്ത് പണയെടുത്ത് അവൾക്ക് കൊടുത്തു. വേറൊന്നും വിചാരിക്കരുത്, ഇത് നമ്മുടെ ഗ്രൂമർക്കുള്ളതാണ്. കാരണം ഗ്രൂമർ എന്നോട് പറഞ്ഞ് ഈ സ്ക്രിപ്റ്റിലുള്ളത് മാത്രം പറയാതെ പെട്ടെന്ന് എന്തെങ്കിലും കയ്യിൽ നിന്നിട്ട് പറയണോ, വേറൊന്നും വിചാരിക്കരുത്. അടുത്തത് മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. നിങ്ങളെ ആരെങ്കിലും യൂസ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞു. കാരണം ഈ ഭൂമിയിൽ യൂസ്ലെസ് ആയിട്ട് ഒരു സാധനം പോലും ഇല്ല. ഞാൻ എക്സാമ്പിൾസ് ആദ്യം കേൾപ്പിച്ചു തരാം. കൊന്നരി കോനാരി എന്തെങ്കിലും തോന്നിയോ? കത്തിനക്കിടി നാച്ചീരെ ഇപ്പം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നണ്ടാവില്ല. ചില്ലിനക്കിടി നാച്ചിക്കട്ടോരെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാത്തൊരു സാധനം. പക്ഷേ ഈ സാധനം ഇങ്ങനെയൊന്ന് കേട്ട് നോക്കി. കൊന്നരി കോനാരി കത്തിനക്കിടി നാച്ചീരെ ചില്ലിനക്കിടി നാച്ചിക്കട്ടോരേ. ഇതിൻ്റെ കൂടെ ലാലേട്ടൻ്റെ ഡാൻസും കൂടെ ആയപ്പോഴത്തേക്കും സാധനം വേറെ ലെവലായി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഉപയോഗശൂന്യമായ സാധനങ്ങളെ നല്ല കഴിവുള്ളവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവനൊക്കെ വേറെ ലെവലാവുന്നു. പുതിയ പടത്തിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ഞാനൊക്കെ വേറെ ലെവലായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും ഈ കൊന്നരി പാടിക്കൊണ്ട് ഞാനിവിടെയൊക്കെ നിൽക്കേണ്ടി വരും. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്.